ഇതേ താറാമ്പറ്റീൻ്റെ അവിടെ നിന്ന് ഇന്നലെ കൊണ്ടുവന്ന കപ്പയാ. നല്ല അടിപൊളി കപ്പ. രാവിലെ ഇന്ന് വേവിച്ചിട്ട് നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് വൈകിട്ട് എന്ന് പാൽക്കപ്പ ഉണ്ടാക്കിയാലോ? പാൽക്കപ്പ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പാൽക്കപ്പ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഉണ്ടാക്കി തന്നാ കഴിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഇച്ചിരി ഉണ്ടാക്കാം അല്ലേ? കപ്പ കാൽപ്പക്ക് കറി ഇരിപ്പുണ്ടോ? മീൻകറി ഉണ്ട്. ഉണ്ടോ? എന്നാ പിന്നെ 1.5 കപ്പയാ. വെള്ളം എടുപ്പ് വെച്ചാൽ തിളയ്ക്കുമ്പോഴേ ഇട്ട അന്നേരം ഊറ്റാം. കോടാലി എടുക്കേണ്ടി വരും. ഇതെവിടെന്നാന്നറിയോ? ഇതേ ഒന്ന് തിളച്ചാ മതി. അതെ, നേരത്തെ പാല് പോലെ. സൂപ്പർ കപ്പയായിരുന്നു. കണ്ടിച്ച് വെച്ചിട്ട് നല്ലതായിരുന്നു. എന്ത് കഴിഞ്ഞാ ഒഴിക്കുന്നത്? തേങ്ങാപ്പാലാടാ ഒഴിക്കുന്നേ. അല്ല, തേങ്ങാപ്പാല. പിന്നെയാന്നല്ലേ കപ്പയല്ലേ പോള പോലെ പൊളിക്കുന്നേ. ഇത് മതിയോ? അതതുപോലെ വേണോ? അത് മതിയായിരിക്കും. കണ്ടിട്ട് നല്ലപോലെ പൊളിക്കാന്നോർത്ത് നമ്മള് കയ്യിലെടുക്കും, കയ്യും മുറിഞ്ഞു കയ്യിരിക്കും. ഞാൻ പോരാൻ നേരം ചോദിച്ചായിരുന്നു സാറാമ്മച്ചിയോട്, നാളെ പോയിട്ട് തിന്നേ പറട്ടെ, ഇനി ഇങ്ങോട്ട് വരികയെ വേണോ കപ്പ പറിക്കാനല്ലേ? എന്നിട്ട് എന്നോട് അങ്ങനെയല്ലല്ലോ സാറാമ്മച്ചി പറഞ്ഞത്. അതിപ്പോ അങ്ങനെ പറഞ്ഞാലും നാളത്തെ പറഞ്ഞു മതിയോന്ന് എന്നോട് ചോദിച്ചാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞേ. പച്ചക്കറി എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എല്ലാം പറിച്ചു വെച്ചിട്ട് ജയനോട് കൊണ്ടുപോകാൻ പറയും, കൊണ്ടുപോകായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വരണമെന്നാ പറഞ്ഞേ. ഞങ്ങളെ കൊണ്ടുവന്ന് സാറാമ്മച്ചി എന്നോട് പറഞ്ഞു അവല് വിളയിച്ച് ഉണ്ടാക്കാം, ഇങ്ങോട്ട് വരാൻ ഞാനും കൂടെ കൂടാം. അടിപൊളിയാ. സാറാമ്മച്ചി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അവല് വിളയിച്ചത് അന്നത്തെ. ഇന്നലെയാ മനസ്സിലായ, പക്ഷെ പറയാൻ പറ്റത്തില്ലല്ലോ, അറിയത്തില്ലായിരുന്നെന്ന്. അയ്യോ, അടിപൊളിയായിട്ട് നമുക്കൊരു ദിവസം പോയി ഉണ്ടാക്കാം. അതെ, ഇപ്പൊ ഇങ്ങനെ കൊത്താം. ഇങ്ങനെ കൊത്തിയാലും ഞാൻ കൊത്തും, ഒരേപോലെ കൊത്തും കണ്ടോ. പിന്നെ ഈ കപ്പ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ടേ ഇതാ ഇങ്ങനെ കൊത്താനും എനിക്കറിയാം. ഇത് ഇങ്ങനെ നല്ല കറങ്ങി പൊക്കോളും. ഇപ്പം മനസ്സിലായോ അച്ചമ്മച്ചിക്ക് ഏത് പണി അറിയാവുന്ന? അറിയാം. എന്നാ അച്ചമ്മച്ചിക്ക് ഒരു ലോറി എടുത്തു കൊടുത്തേക്കാം. എടുത്തു തന്നേരം ഞാൻ എങ്ങനെയാലും ഓടിച്ചോളാം. ഇല്ലേ നാളെ വെച്ചേലും ഓടിച്ചോളാം. ഒരാള് തലവേദന എടുത്ത് നിൽക്കുന്നുണ്ടോ? തലവേദനയാണ്. ഇല്ലെങ്കിലേ എന്റെ മകനെ കൊണ്ട് ഞാൻ ഓടിക്കും. ലോറി എടുത്തതാ. അത് ഞങ്ങള് വിശ്വസിച്ചല്ലേ? അതെ. അച്ഛനാണ് എങ്ങനെയൊന്ന് ലോറിയിൽ പോകുന്നതെന്ന് ആലോചിച്ചിരിക്കും. അപ്പഴാ ബോംബെക്കായിരിക്കും. എനിക്കൊന്ന് ഡൽഹിക്ക് പോണം. അങ്ങനെയല്ലേ ഞാൻ പോന്നെ. ഫ്ലൈറ്റിന്. എനിക്ക് ഫ്ലൈറ്റിന് പോണം. എവിടെ ചെന്നാ പിന്നെ സാരമില്ല, അവിടെ ആളുണ്ടല്ലോ. കുഞ്ഞാണെങ്കിൽ ഡൽഹിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. വണ്ടി എടുക്കാനാ. കുഞ്ഞിക്ക് ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കണം. അങ്ങോട്ട് അച്ചമ്മച്ചി ഫ്ലൈറ്റിന് വരട്ടെ, തിരിച്ചു കുഞ്ഞി വണ്ടിയെ കൊണ്ടുവരണേ. എന്നാ അപ്പോഴേ അമ്മ കപ്പയെല്ലാം കൊത്തി തന്നു. ഇനി ഇതെല്ലാം ഒന്ന് കഴുകി നമുക്ക് കപ്പ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. കുമ്പള ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങള് രണ്ടുപേരും തന്നെ തീർക്കണ്ടേ? നല്ല സൂപ്പറാ, നല്ല മധുരം ഒക്കെ ആകുമ്പോഴത്തേന് ഇത് കുമ്പളിരിക്കുന്നു. ഇത് കൂടെ എടുത്ത് നിന്ന് തീർക്കാം. പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ കൊടുത്തു വിടാനുണ്ടോ? കൊടുത്തു വിടുവാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. ഓ, അതിനെ ഓരോ സ്പൂൺ കൊടുക്കാനല്ലേ ഉണ്ടായിരുന്നു. അതുപോലെ കുമ്പിളപ്പം കൊടുത്തു വിടണമെങ്കിൽ എല്ലാവർക്കും ഓരോ നേരം വേണ്ടേ? അതെ. നല്ല മധുരമല്ലേ? ഇല നല്ല ചെറുതാന്നേ ഉള്ളൂ.
അതുകൊണ്ട് അടിപൊളി കാണാം. ഞാനിതിന്റെ കാര്യം മറന്നുപോയായിരുന്നു. എല്ലാം ഞാൻ ചക്ക വരട്ടി തിന്നതുകൊണ്ടേ ഇതിന്റെ കേസ് കിട്ടും. ഇപ്പൊ തിന്നു ഇത് കണ്ടോ. എന്നിട്ട് ഷുഗറാ പ്രഷറാ കൊളസ്ട്രോളാന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് കുമ്പളപ്പം തിന്നിട്ടോ. എല്ലാവരും എനിക്ക് ഷുഗറൊന്നുമില്ല. എങ്ങനെയുണ്ട് കുഞ്ഞി? കൊള്ളാം. കൊള്ളാം. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എങ്ങനെ പാൽക്കപ്പ കഴിക്കും? നമ്മുടെ കഴിക്കണമല്ലോ. നമ്മുടെ കപ്പ വേകുമ്പത്തേനെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. അമ്മേനെ മാറിയില്ലേ? പിന്നെ ഞങ്ങള് തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഞാൻ കൂടെ കൂടണം. ഞാൻ കപ്പ കൊത്തി കൊടുത്തു, അതിന് അത് വേവിച്ച് എനിക്ക് തരേണ്ടി മുതലെയാ. ഞാനിവിടെ നോക്കി നിൽക്കും. കപ്പയ്ക്ക് മീൻകറി ഉണ്ടോ അച്ഛൻ? മീൻകറി ഉണ്ട്. തിളച്ചതേ ഉള്ളു കപ്പ. നല്ല സൂപ്പറായിട്ട് വെന്തത്. അല്ലേ? ഊറ്റിയേക്കാം, പണി തീരുമല്ലോ. ഊറ്റിയേക്കാം, അല്ലേ വെന്തു പോവും. ഈ ഉള്ളിയും മുളകും കൂടെ, ഇത് കാന്താരിയാ, കാന്താരി ഉള്ളിയും കൂടെ ചതച്ച് കപ്പയ്ക്കകത്തിടണം. അതാണ് അതിന്റെ ടേസ്റ്റ്. ഇനി ഉള്ളിയും കൂടെ ഇട്ട് ഇടിച്ച് ചതച്ച് പൊടിച്ച് എടുക്കണം അല്ലേ? അപ്പം ഇടിയും ചതയെല്ലാം കഴിഞ്ഞു. ഇത്രയും മുളക് ഇടണമെന്ന് ഇപ്പൊ ഒരു സംശയം. എരിവായിരിക്കുമോന്ന്. നല്ല എരിവുണ്ട്. അല്ലേ മുഴുവൻ ഇടണമെന്നില്ല. എരിവ് കൂടുതലായി പോയെങ്കിൽ പിന്നെ കപ്പ കുടഞ്ഞിരുത്തേ. കപ്പ ഉടഞ്ഞിട്ട് ഉരുളി ചൂടായി. ഉപ്പും കൂടെ കഴിക്കണ്ടേ? ആ കഴിക്കട്ടെ. ഉപ്പും കൂടെ ഒഴിക്കാം കപ്പയ്ക്കുള്ള. ഇന്ന് വൈകുന്നേരം ഇതല്ലേ? ഇന്ന് പാൽക്കപ്പ മതിയല്ലോ. പെട്ടെന്നായിക്കോട്ടെ, വിശന്നിട്ട് കഴിക്കാം. അതിന് വിശപ്പാണെന്ന് അടങ്ങാൻ വേണ്ടിയിട്ടാണ് കുമ്പളപ്പം തന്നത്. ഇനി അടങ്ങി നിലത്ത് നിന്നോളാം. നമുക്ക് ഇതിനകത്തോട്ട് ചതച്ച് വെച്ച കാന്താരി ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കാന്താരി ഉള്ളിയും കൂടെ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുമോ? മിക്സ് ചെയ്തേക്കാം. മതിയോ? അതോടെ ഇടണോ? ചെറുതിട്ടോ, അതോടെ ഇടാൻ തോന്നുന്നു. പിന്നെ കാന്താരി ഇട്ടോ? കാന്താരി നല്ല സാധനം. കാന്താരി പിന്നെ വേണ്ടെന്ന് നമ്മൾ പറയുമോ? മതി, അങ്ങനെ കഴുകി വെച്ചു. ഇനി നമുക്ക് രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഇനി ഇതിനകത്ത് കിടന്ന് വേവാണോ? വെന്തല്ലോ, കപ്പ വെന്തോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ പാൽക്കപ്പ ഇച്ചിരി അയഞ്ഞായിരിക്കേണ്ടത്, അല്ലാതെ നമ്മള് വേവിക്കുന്ന പോലല്ല, ചെറിയ ചാറായിട്ട്. കാന്താരിയും ഉള്ളിയൊക്കെ ഒന്ന് ചൂടായി കപ്പയൊന്ന് കുഴച്ചെടുക്കാം. മണം വന്നപ്പോ ഒരാൾക്ക് ചുമ വന്നു. ഇത് കപ്പയെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പാൽക്കപ്പ അത്രേ ആയി വന്നു. ഇനി നമുക്ക് ഇതിനുള്ള കടുക് വറുത്തിടാം. കടുകിട്ടു. ഇനി പൊട്ടിത്തെറി ബോംബൊക്കെയാ, ഞാൻ മാറുക. കുഞ്ഞെ കൊണ്ട് കടുക് വറുപ്പിച്ചാൽ മതിയായിരുന്നു. ഞാൻ വറക്കത്തില്ല. അതിന് അയ്യോ, അതിനെ കടുക് വറക്കുന്ന നല്ല രസമല്ലേ? ആ കറിവേപ്പിലയിൽ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ടേ അമ്മേ. എന്നാ പുറന്ന് കേൾക്കാം. തീ പിടിക്കുവോ അമ്മേ? എവിടെ? ഈ ചട്ടിയുടെ അകത്ത് തീ പിടിക്കത്തില്ലേ? വെള്ളം അകത്തി എന്നാ. എണ്ണ കണ്ടമാനം പൊട്ടിത്തെറിച്ചാ തീയും കയറും. നോക്കണം. ഇതിനാലും സെറ്റായല്ലോ പാൽക്കപ്പ. ഇല്ല, കുറച്ച് മണിയും കൂടെ ഉണ്ട്. നീ മണിയുണ്ടോ? പിന്നെ കാണുമ്പോ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. ഓഹോ, കപ്പ തിന്നാൻ തോന്നുന്നു. കുഞ്ഞി ആദ്യമായിട്ട് പറയുക. ഇതെന്നാ പച്ച കളറൊക്കെ പെയിന്റ് അടിച്ചതാ. അതെ, ഞങ്ങൾ ഇന്ന് പെയിന്റ് അടിക്കുമായിരുന്നു. തലവേദനക്കുള്ള ഇതാണോ ആയുർവേദ മരുന്ന്? ഇടുവാണേ. ആ, വെള്ളമയം ഇല്ലാതെ പൊട്ടുന്നുണ്ടല്ലോ. ഇലയല്ലേ, പച്ചയല്ലേ? ഇലക്ക് തന്നെ ഉണ്ടല്ലോ ഒരു പച്ചപ്പ്. ആയോ? മൂക്കട്ടടേ, ഉള്ളി നല്ല ചുമക്കണം. ഇപ്പം നമ്മുടെ കടുക് വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. കൊണ്ടിട്ടോ. ഇനി നമ്മുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഞാൻ പാലൊഴിക്കുവാണേ. ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നില്ല. ഞാൻ മുമ്പത്തെ കണ്ടപ്പോഴേ സെറ്റായെന്ന് ഓർത്തെ. ആണോ? ഇപ്പം നമ്മുടെ പാൽക്കപ്പ റെഡിയായി. നമുക്ക് കഴിച്ചേക്കാം. ചൂടോടെ നമുക്ക് കഴിച്ചേക്കാം. അല്ല ഇതിങ്ങനെ ഇത് കുറച്ചുകൂടെ കുറുകണ്ടേ? അതോ ഇതിങ്ങനെ ഇരുന്നാൽ മതിയോ? ഇതിങ്ങനെ ഇരുന്നാ മതി. ഈ സ്പൂണും കൊണ്ടാണ് കഴിക്കേണ്ടത്. ആ. പിന്നെ ഒരു ശകലം നേരം ഇത് ആറാനെന്ന് വെച്ചേക്കുവാണേലുണ്ടല്ലോ കട്ടിയാ നല്ല കട്ടിക്കിരിക്കും. അതെ അല്ലേ? അപ്പം എന്നാ പിന്നെ ചൂടോടെ കഴിച്ചേക്കാം. നല്ല മീൻകറിയും കപ്പയും എടുത്തു. നല്ലപോലെ വിശക്കുന്നുമുണ്ട്. ഇതായി വെച്ചേ, നീ തീ കെടുത്തിയേക്കാം. നമ്മുടെ പാൽക്കപ്പ നമുക്ക് വിളമ്പിയെടുക്കാം. പശ പോലെ ആയിപ്പോയല്ലോ ഇനി. പാൽക്കപ്പ എങ്ങനെയാ? പശയാണ്. ഫെവിക്കോൾ കലക്കിയ പോലെ. കഴിച്ചേക്കാം. വാ, എല്ലാരെയും വിളിച്ചോ. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ കഴിച്ചു നോക്കിയേ. ആദ്യം കപ്പ കഴിച്ച് നോക്കേ, എന്നിട്ട് മീൻകറിയും കൂടെ ഒഴിച്ചു തരാം. കൊള്ളാം, സൂപ്പറാ. നീ കഴിച്ചോടാ. വെറൈറ്റി ടേസ്റ്റ്. ഇനി എന്തും ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പം അല്ലാതെ കഴിക്കുന്നതിലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചുമ്മാ അല്ല, തേങ്ങാപ്പാലും ഒഴിച്ചേ. തേങ്ങാപ്പാലും ചേർത്ത് കടുവും മൂപ്പിച്ചൊഴിച്ചു. അടിപൊളി സാധനം കേട്ടോ. പാൽക്കപ്പയും മത്തിക്കറിയുമാണ് കോമ്പിനേഷൻ. തൽക്കാലം കേരക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കൊള്ളാം. നല്ല ഡിസൈൻ വന്നോ. ഞാൻ ആദ്യമായിട്ട് നീ ആ മുളക് ഇങ്ങോട്ട് നോക്കട്ടെ, നല്ലതാണോ? അടിപൊളി ഉള്ളിയും മുളകും. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.